നാറുന്നെങ്കിൽ ഇങ്ങനെ നാറണം. നാറി നാണം കെട്ട് നമ്മുടെ റിട്ടയർഡ് IPSഉം കൗൺസിലറുമായ ശ്രീലേഖ. ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം കിട്ടാത്തതിൽ ചുരുക്കുണ്ട്. മേയർ സ്ഥാനം കിട്ടാത്തതിലുള്ള അസംതൃപ്തി ശ്രീലേഖ പ്രകടിപ്പിച്ചതുമാണ്. എന്തായാലും വട്ടിയൂർക്കാവിൽ ശ്രീലേഖയെ തെരഞ്ഞെടുപ്പിന് നിർത്തി അത് ജയിപ്പിച്ച് പരിഹരിക്കാം എന്നാണ് BJP അവരെ ആശ്വസിപ്പിച്ചത്. അതിനിടയിലാണ് BK പ്രശാന്തിൻ്റെ ഓഫീസ് ഒഴിപ്പിക്കാൻ ശ്രീലേഖ ശ്രമിച്ചത്. മേയർ സ്ഥാനം കിട്ടിയില്ലെങ്കിലും MLA ഓഫീസിലെങ്കിലും കയറിയിരിക്കാമല്ലോ, അതായിരുന്നു ശ്രീലേഖയുടെ പോലീസ് ബുദ്ധി. മേയറായിരുന്നെങ്കിൽ മേയർ ഓഫീസ് കിട്ടുമായിരുന്നു. ഇപ്പോൾ വെറും കൗൺസിലർ മാത്രമാണ് ശ്രീലേഖ. ഈ സാഹചര്യത്തിൽ MLA ഓഫീസിൽ കയറിയിരിക്കാം എന്നങ്ങ് വിചാരിച്ചു. BK പ്രശാന്തിനെ വിളിച്ച് ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടു. BK പ്രശാന്ത് കണക്കിന് കൊടുത്തു. മാർച്ച് അവസാനം വരെ ഓഫീസിൻ്റെ വാടക ചീട്ട് ഉണ്ടെന്നും അതുകൊണ്ട് ഒഴിയാൻ പറ്റില്ലെന്നും BK പ്രശാന്ത് പറഞ്ഞു. BK പ്രശാന്തും ശ്രീലേഖയും തമ്മിലുള്ള വാഗ്വാദം മാധ്യമങ്ങൾ ആഘോഷിച്ചു. പിന്നീട് ശ്രീലേഖ ടോൺ മാറ്റി. BK പ്രശാന്ത് ഓഫീസ് ഒഴിഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ ശ്രീലേഖ വെച്ചങ്ങ് കാച്ചി. പക്ഷേ BJPയുടെ സപ്പോർട്ട്, പ്രത്യേകിച്ചും മേയർ BV രാജേഷിൻ്റെ സപ്പോർട്ട് ശ്രീലേഖയ്ക്ക് ലഭിച്ചില്ല. ആകെ സപ്പോർട്ടുമായി എത്തിയത് KS ശബരിനാഥൻ പറയുന്നു, പ്രശാന്തിന് സെക്രട്ടേറിയറ്റിൽ 2 റൂമുണ്ട്, അവിടെ പോയി ഇരുന്നാൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ശബരിനാഥൻ പിന്താങ്ങിയിട്ടും BV രാജേഷ് ഈ വിഷയത്തിൽ ശ്രീലേഖയെ പിന്താങ്ങിയില്ല എന്നുള്ളത് ശ്രദ്ധേയം. MLAയുടെ മുറി ഒഴിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് തപ്പിത്തടഞ്ഞ് BV രാജേഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇതോടെ BJPയിൽ ശ്രീലേഖ ഒറ്റപ്പെട്ട അവസ്ഥയായി. എങ്ങനെയെങ്കിലും തലയൂരാൻ ശ്രീലേഖ കടന്ന് പെടാപ്പാടുപെടുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത്. ശ്രീലേഖ പ്രശാന്തിൻ്റെ ഓഫീസിൽ പോകുന്നു. പ്രശാന്തുമായി ഒരുമിച്ച് നിന്ന് പ്രശാന്ത് തൻ്റെ അനിയനാണ്, മോനാണ്, ഞാൻ അപേക്ഷിക്കുകയാണ് ചെയ്തത്, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, എത്ര വർഷം വേണമെങ്കിലും ഓഫീസ് ഉപയോഗിച്ചുകൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രശാന്തിന് കൈ കൊടുക്കുന്ന ശ്രീലേഖയാണ് കണ്ടത്. പൊളിറ്റിക്സ് കേരളയ്ക്ക് ചോദിക്കാനുള്ളത്, ശ്രീലേഖ മേഡം എന്തിനാണ് ഈ നാണംകെട്ട കളിക്ക് പോയത് എന്നാണ്. ശ്രീലേഖ മേഡം പോലീസിൻ്റെ തലപ്പത്തിരുന്ന വ്യക്തിയാണ്. ഒരു അഴിമതിയും മേഡത്തിനെതിരെ ഇല്ല. മേഡം ആകെ മൊത്തം വിവാദം ഉണ്ടാക്കിയത് ദിലീപിനെ അനുകൂലിച്ചതാണ്, അല്ലാതെ പറയത്തക്ക അഴിമതിയില്ല. കൃത്യമായി റെയ്ഡുകൾ നടത്തി വലിയ തോക്കുകളെ വിറപ്പിച്ച മേഡമാണ്. ആ മേഡമാണ് ഇപ്പോൾ MLAക്ക് മുമ്പിൽ പതറിപ്പോയത്. കൂടെ നിൽക്കാൻ പാർട്ടിയുമില്ല. BJP കൈവിട്ടിരിക്കുന്നു ശ്രീലേഖയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ BJP നേതാക്കൾ ആരും എത്തിയില്ല എന്നതും ശ്രദ്ധേയം. അതേസമയം ശ്രീലേഖ മേഡത്തിൻ്റെ ഈ ഇടപെടൽ CPM രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി. CPM ജില്ലാ സെക്രട്ടറി B. ജോയ് പ്രശാന്തിന് സർവ്വ പിന്തുണയും നൽകിക്കൊണ്ട് രംഗത്ത് വന്നു. BJPയുടെ തുടക്കം തന്നെ ശ്രീലേഖ മേഡം വിവാദത്തിലാക്കിയതിൽ BV രാജേഷ് അടക്കമുള്ളവർക്ക് അസംതൃപ്തിയുണ്ട്. അനാവശ്യമായ ഒരു വിവാദമായിരുന്നു അതെന്ന് BJP നേതാക്കൾ കണക്കുകൂട്ടും. അതുകൊണ്ടാണ് ശ്രീലേഖ മേഡത്തെ പിന്താങ്ങാൻ അവരാരും വരാത്തത്. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തന്നെ ശ്രീലേഖ മേഡത്തിന് മേയറാകാത്തതിലുള്ള അസംതൃപ്തി പ്രകടമായിരുന്നു. അവരുടെ മുഖത്തും ചേഷ്ടകളിലുമൊക്കെ പ്രകടമായിരുന്നു. മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചടങ്ങ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഇറങ്ങിപ്പോയത് വലിയ വിവാദമായി മാറി. മേയർ സ്ഥാനം കിട്ടാത്തതിൽ കിറവുണ്ട് ശ്രീലേഖ മേഡത്തിന്. നഗരത്തിൻ്റെ മാതാവാകാം എന്ന് കരുതിയാണ് BJPയിലേക്ക് ചേർന്നത്. പക്ഷേ BJPയിൽ നിന്നും ശ്രീലേഖയ്ക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ കിട്ടിയത് തിക്ത അനുഭവം. BV രാജേഷിനെ മേയറാക്കിയ ശ്രീലേഖയെ അനുനയിപ്പിക്കാൻ S. സുരേഷും കരമന ജയനും അവരുടെ വീട്ടിലെത്തി. ഒരു വിധമാണ് ശ്രീലേഖയെ അനുനയിപ്പിച്ചത്. എന്തായാലും BV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും സത്യപ്രതിജ്ഞ കഴിഞ്ഞ ശേഷം ശ്രീലേഖയുടെ കാൽ തൊട്ട് വന്നിക്കാൻ ശ്രമിച്ചതൊക്കെ മാധ്യമങ്ങൾ പകർത്തി.
പക്ഷേ അതൊരു കാലുവാരലാണെന്ന് ശ്രീലേഖ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വി രാജേഷ് ഓഫീസ് വിവാദത്തിൽ പ്രശാന്തിനോടൊപ്പം നിന്നത് ശ്രീലേഖയ്ക്ക് വലിയ ക്ഷീണമായി മാറി. എന്തായാലും ശ്രീലേഖ ഇനി എന്തൊക്കെ നാടകങ്ങളാകും ഉണ്ടാക്കുക എന്നത് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. മേയറാവാൻ ആഗ്രഹിച്ചു, മേയർ സ്ഥാനം കിട്ടിയില്ല, എങ്കിൽ പിന്നെ MLA യുടെ മുറിയിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു, അതും നടന്നില്ല.